റിലേറ്റീവ് സ്പീഡ് ആപേക്ഷിക വേഗത എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയുള്ള 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ അതേ ദിശ എന്ന് പറയുമ്പോൾ സെയിം ഡയറക്ഷനിൽ വേറൊരു ട്രെയിൻ. സോ ഇവിടെ എന്താണ് റിലേറ്റീവ് സ്പീഡ്, ആപേക്ഷിക വേഗത നമ്മൾ കാണാൻ പോവാണ്. റിലേറ്റീവ് സ്പീഡ് ഈക്വൽ ടു എത്രയാണ് വരിക? 75 മൈനസ് 45 ഈക്വൽ ടു 30 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, 30 കിലോമീറ്റർ പെർ ഹവർ ആണ് ഇവിടെ ഉണ്ടാവുന്ന റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ ഈ റിലേറ്റീവ് സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടി പോവാണ്. 30 × 5/18. 30 × 5/18. 5×6 30, 3×6 18. അപ്പൊ 25/3 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ റിലേറ്റീവ് സ്പീഡ്. ഓക്കെ, ഇവിടെ എന്താണ് ചോദിക്കുന്നത്? രണ്ടാമത്തെ ട്രെയിനിലെ യാത്രക്കാരനെ മറികടക്കാൻ എടുക്കുന്ന സമയം എത്രയാണെന്നുള്ളതാണ്. രണ്ടാമത്തെ ട്രെയിനിലെ യാത്രക്കാരനെ മറികടക്കാൻ എടുക്കുന്ന സമയം. ഓൾറെഡി നമുക്ക് സ്പീഡ്, അതായത് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് 25/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ എത്ര സമയം വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ടൈം ഈക്വൽ ടു എന്താണ് വരിക? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? 150 കിലോമീറ്റർ ആണ്, 150 മീറ്റർ ആണ് ആദ്യത്തെ ട്രെയിനിന്റെ ഡിസ്റ്റൻസ്. അപ്പൊ ആ ട്രെയിനിലുള്ള ആളെ മറികടക്കാൻ ആ ട്രെയിനിന്റെ ലെങ്ത് ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 150 ബൈ ടൈം സ്പീഡ് എന്താണ്? സ്പീഡ് 25/3. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 150 × 3/25. 18 സെക്കൻഡ് ടൈം വേണ്ടി വരും ആദ്യത്തെ ട്രെയിനിലെ ആളെ രണ്ടാമത്തെ ട്രെയിനിലേക്ക് മറികടന്നു പോവാൻ. ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ട്രെയിനിനെ മറികടക്കാൻ 30 സെക്കൻഡ് വേണമെങ്കിൽ അതിന്റെ നീളം എത്ര? അതായത് രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം ആണ് ഇവിടെ കാണാൻ വേണ്ടി പറയുന്നത്. സോ ഇവിടെ എന്താണ്? രണ്ടാമത്തെ സെക്കൻഡ് ട്രെയിനിന്റെ നീളം, ലെങ്ത് ആണ് കാണാൻ വേണ്ടി പറയുന്നത്. സെക്കൻഡ് ട്രെയിനിന്റെ ലെങ്ത് ആണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തെ ട്രെയിനും രണ്ടാമത്തെ ട്രെയിനിന്റെയും ലെങ്ത്. അപ്പൊ രണ്ടാമത്തെ ട്രെയിനിന്റെയും ആദ്യത്തെ ട്രെയിനിന്റെയും ലെങ്ത്. റിലേറ്റീവ് സ്പീഡ് T2 കണ്ടാൽ മതി. അപ്പൊ T1 പറയുന്നത് 150 ആണ്. T2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ട്രെയിനിന്റെ ലെങ്ത് ആണ്. 25/3 ടൈം തന്നിട്ടുണ്ട്. 30, ഈ 30, ഈ 3 കട്ട് ചെയ്ത് 10, 250. 250 രണ്ടാമത്തെ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 250 ഈ 150 നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ 250 150 കട്ടാകുമ്പോൾ എത്രയാണ് വരിക? 100 മീറ്റർ ആണ് രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം. ആദ്യത്തെ ട്രെയിനിന്റെ നീളം 150 ആണ്, രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം 100 ആണ്. സോ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.